ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് സ്റ്റാഫ് ആൻഡ് റിട്ടയറീസ് കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ജൂലൈ 16-ന് കണ്ണൂരിലെ SBI ആസ്ഥാനത്തിന് മുന്നിൽ ധർണയും മനുഷ്യച്ചങ്ങലയും തീർക്കും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമരം ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബാങ്ക് ദേശസാൽക്കരണ ദിനത്തിൽ ദേശസാൽകൃത ബാങ്കുകളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിൽ പൊതുമേഖലാ സംരക്ഷണം എന്നൊരു സന്ദേശം ഉയർത്തിയാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂലൈ മാസം 16-ാം തീയതി ബഹുമാനപ്പെട്ട MP വി ശിവദാസനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ശാഖയ്ക്ക് മുന്നിൽ ഒരു വമ്പിച്ച ധർണയും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന ബാങ്കും പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. അതിൻ്റെ കാരണം ഈ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് ഓഹരി പങ്കാളിത്തം കേന്ദ്ര സർക്കാരിനുള്ളത് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. കേവലം 56% ഓഹരികൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളത്. 44% കിടക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. സാഹചര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് QIP എന്നുള്ള പേരിൽ വീണ്ടും 25,000 കോടി രൂപയുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നത്. ആ 25,000 കോടി രൂപയുടെ ഉടമസ്ഥാവകാശം കൈമാറുമ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഓഹരി പങ്കാളിത്തം 2%-ലധികം കുറയും. ഏതാണ്ട് 54%-ലേക്ക് ചുരുങ്ങും. ഇത്തരത്തിൽ 1-2 തവണ കൂടെ ഇത്തരത്തിലുള്ള കൈമാറ്റം നടത്തിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വകാര്യ ബാങ്കായിട്ട് മാറും എന്നുള്ളതാണ് ഒരു വിഷയം. അതോടൊപ്പം പൊതുമേഖലാ ബാങ്കുകളുടെ മുമ്പിൽ ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ പ്രത്യക്ഷ നിക്ഷേപം 20%-മാണ് പരമാവധി ലിമിറ്റ്. 20% കൊടുക്കണമെന്നില്ല, പക്ഷേ പരമാവധി ലിമിറ്റ് 20%-ആണ്. അത് മാറ്റി 49%-ലേക്ക് ഉയർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്വകാര്യ ബാങ്കുകളിൽ 74% വരെ FDI അനുവദനീയമാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇൻഷുറൻസ് മേഖലയിൽ 100% പ്രത്യക്ഷ നിക്ഷേപം, വിദേശ പ്രത്യക്ഷ നിക്ഷേപം നടപ്പിലാക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ മേഖലയിലും 100% FDI അനുവദിച്ചിട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ ബാങ്കിങ് മേഖല ഘട്ടം ഘട്ടമായി ഇപ്പോൾ 49%-ലേക്കും പിന്നീട് പൊതുമേഖലാ ബാങ്ക് ഉൾപ്പെടെ പൂർണ്ണമായും സ്വകാര്യ വിദേശ നിക്ഷേപകർക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് സമീപനം സ്വീകരിച്ചു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസന്നൻ CV, പവിത്രൻ PV, രാജൻ TR, ബിഗേഷ് ഉണ്ണിയാൻ, K പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.